بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى പറഞ്ഞു يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച കാര്യമാണ്. അതിലേക്ക് നിങ്ങൾ ഉത്തരം നൽകുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മൾ അതിനാദ്യം കേൾക്കാനുള്ള സാവകാശം ഉണ്ടാവണം. ഇതിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വാക്കുകൾ കേൾക്കാനുള്ള സാവകാശം നമുക്ക് കാണും. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ എന്താ? വല്ലാഹുൽ മുസ്തആൻ. അവനവൻ്റെ ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ, അവൻ്റെ തിരക്കുകൾക്കിടയിൽ ആ വാക്കുകൾ കേൾക്കാനുള്ള സമയമില്ല അവന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. എന്താണെന്ന് ജനങ്ങളുടെ അവസ്ഥ? 3 മണിക്കൂർ ഇരുന്നിട്ട് ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണാൻ അവന് സമയമുണ്ട്. ഹറാമ് കാണാനാണ് സമയമുണ്ട്. യൂട്യൂബിലും മറ്റ് ചാനലുകളിലും മണിക്കൂറോളം ചെലവഴിക്കാൻ സീരിയൽ കണ്ടിട്ടോ മറ്റ് പരിപാടികളോ കാണാൻ അവന് സമയമുണ്ട്. വാർത്തകളിൽ മണിക്കൂറോളം ചെലവഴിക്കാൻ അവന് സമയമുണ്ട്. മറിച്ച് അവന് ദുനിയാവിലും ആഖിറത്തിലേക്കും ക്ഷണിക്കുന്ന വാക്കുകൾ, അതിലെ ഹൈറിലേക്ക് ക്ഷണിക്കുന്ന വാക്കുകളിൽ കേൾക്കാനുള്ള സമയം അവനില്ല. ഒരു 10 മിനിറ്റ് കേൾക്കാനുള്ള സമയം, അതിനുള്ള സാവകാശം അവനില്ല. വല്ലാഹുൽ മുസ്തആൻ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഉപദേശിക്കുന്നത്, എൻ്റെ നസീഹത്ത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് കുറച്ച് കരുണ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ബലമഹുമുല്ലാഹു വലാകിൻ കാനൂ അൻഫുസഹും യظലിമൂൻ. അല്ലാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷേ അവർ തന്നെയാണ് അവരുടെ സ്വന്തത്തോട് അക്രമം ചെയ്യുകയുണ്ടായിരുന്നത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാത്തതിടത്തോളം നമ്മുടെ സ്വന്തത്തോട് ദുൽമ ചെയ്യുകയാണ്, അക്രമം ചെയ്യുകയാണ്. യൗമുൽ ഖിയാമയിൽ അന്ന്, വിചാരണ ചെയ്യപ്പെടുന്ന അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുൽമ ചെയ്യൂല. മറ്റാരും ചെയ്ത പ്രവൃത്തികൾക്കല്ല നമ്മൾ വിചാരണ ചെയ്യപ്പെടുക. നമ്മുടെ കുറ്റങ്ങൾക്കും നമ്മൾ ചെയ്ത തിന്മകൾക്കും നമ്മൾ ഉപേക്ഷിച്ച വാജിബാത്തുകൾക്കും ഒക്കെയാണ് നമ്മൾ വിചാരണ ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് കുറച്ച് കരുണ കാണിക്കുക എന്ന്. അതേപോലെ തന്നെ ഞാൻ ആദ്യം ഓതിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാൻ പറഞ്ഞത് എന്തിനാണ്? ഇദാ ദഅാകും ലിമാ യുഹീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ എന്നാണ്. അതെന്താണത്? ഈ ഇസ്ലാമിലേക്കും സുന്നത്തിലേക്കും അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും റസൂലിൻ്റെ സുന്നത്തിലെ ഹദീസുകൾ കൊണ്ടും നിങ്ങളെ ഹക്കിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതിന് ജീവൻ നൽകുന്ന കാര്യങ്ങളെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തിനാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് കാഫിറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കൽബുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യങ്ങൾ ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാണുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല. ഇങ്ങനെയാണ് ഒരു കാഫിറിൻ്റെ അവസ്ഥ. നമ്മൾ ചുറ്റും കാണുന്നതാണ്. ഹിന്ദുക്കളും മറ്റ് മതസ്ഥരും അവർ കാണുന്നുണ്ട് ഈ ദൃഷ്ടാന്തങ്ങൾ. ഈ ഭൂമിയും അതിലെ പർവ്വതങ്ങളും മറ്റ് ജീവജാലങ്ങളും കടലും ആകാശവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പുകളിൽ പെട്ടതാണ്. അവനത് കണ്ട് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ആണ്. ആ റബ്ബിനെ വേണം ഞാൻ ആരാധിക്കാൻ, മറ്റാരെയും ഞാൻ ആരാധിക്കരുത്, മറ്റാരുടെ ഞാൻ ദുആ ചെയ്യരുത് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. അള്ളാഹിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് അവർ ഉത്ബോധനം കൊള്ളുന്നില്ല. അതേപോലെ അവരെ ഖൽബുകൾ ഉപയോഗിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ആവരുത് നമ്മൾ. അതേപോലെ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനാ ലഹും സമഅ വഅബ്സാറ വഅഫ്ഇദ ഫമാ അഗ്നാ അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദതുഹും മിൻ ഷൈ ഇദ് കാനൂ യജ്ഹദൂന ബിആയാതില്ലാഹ്. നാം അവർക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവരുടെ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവർക്ക് യാതൊരു പ്രയോജനം ചെയ്യുകയില്ല. അതാണ് അവസ്ഥ. അവരേതുപോലെയാണ്? മയ്യത്ത് പോലെയാണ്. അവർക്ക് കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും അവർക്കൊരു ഉപകാരം ചെയ്യുന്നില്ല. അല്ലാഹുൽ മുസ്തആൻ. നമ്മളെ സ്വന്തത്തെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തിലെയും ഹൈറിലേക്ക് ക്ഷണിക്കുക. അവർക്ക് ഹൈറ് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഇതേ പറഞ്ഞ പോലെ ജീവിക്കാൻ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ജീവനോടെ ജീവിക്കാൻ, അല്ലാണ്ട് മയ്യിത്തായിട്ട് കാഫിറുകളെ പോലെ തിന്നും കുടിച്ചും
അവർക്ക് തോന്നിവാസങ്ങളും പ്രവർത്തിച്ചിട്ടല്ല, അള്ളാഹിൻ്റെ ത്വാഅത്തിൽ അള്ളാഹിൻ്റെ ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.